വയനാട് നമ്മളെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബന്ദിപ്പൂര് അല്ലെ മൈസൂർ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2-3 ദിവസമായിട്ട് വയനാട്ടിൽ നല്ല മഴയുണ്ട്, നമ്മുടെ നാട്ടിലും 2 ദിവസമായിട്ട് ചെറുങ്ങനെ മഴയുണ്ട്. അപ്പോൾ ഇന്നലെ കക്കാടംപോയിൽ പോയിട്ട് കണ്ണിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. കണ്ണ് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ കക്കാടംപോയിൽ പോയിട്ട് നല്ല കോടയും മഴയൊക്കെ ആസ്വദിച്ചു അവിടെ ഒരു പാർക്കിൽ പോയതാണ്. അവിടുന്ന് ചെറുതായിട്ടൊരു പണി കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു വീക്കെൻഡിൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വയനാട്ടിലേക്ക് വെച്ച് പിടിച്ചതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുത്തങ്ങ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഇവിടെ മഴയുണ്ട് കേട്ടോ. ഈ വയനാട്ടിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല റിലാക്സ്ഡ് ആവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു മുത്തങ്ങ ബന്ദിപ്പൂര് റോഡ് അല്ലേ, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല മനോഹരമായിട്ട് യാത്ര ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലേസ് ആണ് നമ്മളെ ഈ ഒരു മുത്തങ്ങ ഫോറസ്റ്റ് ബന്ദിപ്പൂര് ഗുണ്ടൽപേട്ട് വഴി അങ്ങനെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഗുണ്ടൽപേട്ടൊന്നും പോകുന്നില്ല, നമ്മൾ മാക്സിമം ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ ഈ ഒരു ബന്ദിപ്പൂര് അടുത്ത് വരെ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ മുത്തങ്ങയ്ക്കടുത്ത് ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അടിപൊളി ഒരു കാട്ടിനുള്ളിലുള്ള ഒരു സ്റ്റേ ആയിരിക്കും. ഞങ്ങൾ അവിടെ ആക്ച്വലി നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താലേ അവിടെ അവൈലബിലിറ്റി കിട്ടുള്ളൂ. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഇന്ന് വിളിച്ച സമയത്ത് അവിടെ റൂം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ സേഫ് ആക്കി റൂമും കാര്യങ്ങളും താമസമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ മുത്തങ്ങയൊക്കെ ഒന്ന് കറങ്ങി നമുക്കിപ്പം ഈവനിങ്ങിൽ ടൈമിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മൃഗങ്ങളൊക്കെ കാണാനുള്ള ഒരു ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു കടുവയോ അല്ലെങ്കിൽ ആനക്കൂട്ടങ്ങളോ കരടിയൊക്കെ കാണാം. കാരണം നമ്മൾ ഒരുപാട് തവണ ഈ റൂട്ട് സഞ്ചരിച്ചിട്ടുള്ളതാണ്. പിന്നെ എത്ര ട്രാവൽ ചെയ്താലും ഒരു മടുപ്പ് ഫീൽ ചെയ്യാത്ത ഒരു സ്പോട്ടാണ് ഈ ഒരു മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു ട്രാവലിംഗ് കേട്ടോ. നിങ്ങൾ ചുമ്മാ വണ്ടി എടുത്തിട്ട് ഒന്ന് വന്നാൽ മതി ഈവനിങ് സമയത്ത്. ഒരു ആനയെങ്കിലും കാണാതെ നിങ്ങൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല. പിന്നെ മാനുകളൊക്കെ എപ്പോഴും കാണാനാണ്. നമ്മൾ എനി ടൈം 2 സൈഡ് ഇങ്ങനെ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ മാനുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്നാലേ നമ്മളെ യാത്ര എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. നമ്മളെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കാണിക്കും. അപ്പോൾ നമുക്കിന്ന് നോക്കാമല്ലോ. എൻ്റെ കൂടെ ഇന്ന് നമ്മളൊരു പഴയകാല വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാളുണ്ട്. മുപ്പരെ അങ്ങോട്ട് വലിച്ചു പിടിച്ച് കൊണ്ടുവന്നാണ് അവന് എറണാകുളത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. നമ്മളിതേ പുറകിൽ ഒരു ആന കണ്ടില്ല, ഒരു ചെറിയൊരു ആനയാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മൃഗങ്ങളെ കണ്ടിട്ട് വണ്ടി നിർത്തുകയാണെങ്കിൽ തന്നെ അല്ലേ, ബാക്കിലൊക്കെ വണ്ടി ഒരുപാട് വരും, ബാക്കിലും ഫ്രണ്ടിലൊക്കെ വണ്ടി ഉണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാല് ഫോറസ്റ്റുകാർ വന്നിട്ട് നമ്മളെ പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇറങ്ങാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുറത്തിറങ്ങിയിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതെ, ഇവിടെ വണ്ടി സ്ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആനേനെ കണ്ടിട്ട് കണ്ടല്ലോ ഗൈസ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റും. വണ്ടി ഇവിടെ കുറെ പേര് സ്ലോലി ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇവിടെ ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എടുക്കണല്ലോ അല്ലേ. ഇവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഒരാള് വഴിയിൽ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപകടം പറ്റിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മള് കർണാടക അല്ലെ, വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. നമ്മളങ്ങനെ ബന്ദിപ്പൂരിന്റെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുരങ്ങന്മാർ ഒരുപാട് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇതാ അവിടെ 2 സഹോദരങ്ങൾ, 2 സുഹൃത്തുക്കൾ. അപ്പൊ നമ്മളങ്ങനെ കർണാടക ബോർഡറിൽ വെൽക്കം ചെയ്തു അല്ലെ. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ എന്തോ ഉണ്ട്. ഈ വണ്ടി സ്ലോ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പിക്കാട്ടോ മൃഗങ്ങള്. ഗൈസ്, നമ്മള് മൃഗങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ആ ഒരു റോഡ് ട്രിപ്പ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു മൈൻഡ് ഫ്രഷ്നെസ് ആണ് അല്ലെ. ഭയങ്കര നമ്മുടെ മൈൻഡൊക്കെ ഇങ്ങോട്ട് റീഫ്രഷ് ആവും കേട്ടോ. എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഫോണൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കണ്ടിന്യൂസ് കോൾ, അതൊക്കെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെച്ച്. പിന്നെ ഈ റൂട്ടിൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, റേഞ്ച് ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. അപ്പൊ നമ്മളിങ്ങനെ എല്ലാം മറന്നുകൊണ്ട് നമുക്ക് ആ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് മൈൻഡൊക്കെ അങ്ങനെ സെറ്റാക്കി അടിപൊളി യാത്ര ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. പിന്നെ എനിക്ക് തോന്നുന്നു മുത്തങ്ങ ഫോറസ്റ്റ് വഴി ട്രാവൽ ചെയ്യാത്ത മലയാളീസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. യാത്ര ഇഷ്ടപ്പെടുന്ന ഏതൊരു മലയാളീസും ഒരിക്കലെങ്കിലും യാത്ര പോകേണ്ട ഒരു സ്പോട്ടാണ് മുത്തങ്ങ ബന്ദിപ്പൂർ ഗുണ്ടൽപേട്ട് വഴിയുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള യാത്ര. അപ്പൊ ഞങ്ങള് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ റൂട്ട് ഒരു റോഡ് ട്രിപ്പായിട്ട് വരുന്നത്. ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും എന്ന് നോക്കാം. നമ്മൾ ഇതുവഴി വന്നിട്ടുള്ള സമയത്ത് ഒരു എലിഫന്റിനെങ്കിലും കാണാണ്ട് നമ്മൾ ഇവിടുന്ന് മടങ്ങി പോയിട്ടില്ല. നമ്മൾ ഒരു ദിവസം രാത്രിയൊക്കെ ട്രാവൽ ചെയ്തിട്ടില്ലേ?
നമ്മളിവിടെ മുതുമല നമ്മളിതുപോലെ ഒരു ദിവസം രാത്രിയില് മുതുമലൈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ എത്തിയിട്ട് അവിടുന്ന് അല്ലെ രാത്രി കൊടും മഴയത്ത് തിരിച്ച് നമ്മള് മുത്തങ്ങ വഴി ഇങ്ങനെ വെറുതെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് വന്നു. ഭയങ്കര രസമാണത്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ആ യാത്ര. മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുക. ഒരുപാട് മാൻകൂട്ടങ്ങള്, കടുവ വേണ്ട അല്ലേ, കടുവ വേണ്ട, കടുവനെ ഒഴിവാക്കി. ഒരുപാട് മാൻകൂട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കടുവനെ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലേ. നീ എന്നെ കരടി കണ്ടിട്ടില്ലേ? ഗൈസ് ഇതവിടെ ആനനെ കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ നമ്മള് എലിഫന്റിനെ എന്തായാലും നമ്മള് കാണുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജു ആന ഗൈസ്. ആന ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വന്നു ഗൈസ്, കണ്ടല്ലോ. നമ്മൾ അവിടുന്ന് കുറച്ച് ആനക്കൂട്ടങ്ങളെ കണ്ട് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. നമ്മൾ ഈ റൂട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് തന്നെ അല്ലേ അനിമൽസിനെ കണ്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മൾ അനിമൽസിലൊക്കെ കണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഫോറസ്റ്റ് ഗാർഡ് വന്നിട്ട് നമ്മളെ തടഞ്ഞില്ലേ, 1000 രൂപ ഫൈന് ചോദിച്ചു. അനിമൽസിന് ഇറിറ്റേഷൻ ചെയ്തിട്ടില്ല അല്ലേ, വയലേഷൻ. നമ്മൾ അനിമൽസിന് വയലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫൈൻ അടക്കേണ്ടുള്ളൂ. അപ്പൊ അത് പറഞ്ഞപ്പോ അയാൾക്ക് റിപ്ലൈ ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. കാരണം നമ്മള് അനിമൽസിനെ എറിയുകയോ അല്ലെ നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വണ്ടി ജസ്റ്റ് സൈഡാക്കിയിട്ട് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ അതുപോലെ തന്നെ ഈ റൂട്ട് പോകുന്ന എല്ലാവരും അനിമൽസിൽ കാണുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് കുറ്റകരമല്ല അല്ലെ. നമ്മൾ അനിമൽസിനെ ദ്രോഹിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് ശിക്ഷാർഹമാണ്. ഒരു തരത്തിലും മൃഗങ്ങളെ നമ്മൾ പ്രൊവോക്ക് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല അല്ലെ. നമ്മള് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഫോറസ്റ്റ് വന്നിട്ട് 1000 രൂപ ഫൈൻ അടക്കണം എന്നൊക്കെ പറഞ്ഞ് സീനാക്കിട്ടോ ഗായ്സ്. പക്ഷെ നമ്മളത് അവരെ പറഞ്ഞ് അല്ലേ, നമ്മൾ കൊടുത്തില്ല, വിട്ടുകൊടുത്തില്ല, നമ്മൾ തർക്കിച്ചു അല്ലേ. അപ്പോ പുള്ളിക്കാരന് നമ്മളെ ജദീർ ഫുള്ളാണ്ട് ഇംഗ്ലീഷിലാണ്ട് രണ്ടാണ്ട് കാച്ചി. അപ്പൊ നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട് മൈസൂർ 75 കിലോമീറ്റർ, ഊട്ടി 82 കിലോമീറ്റർ അല്ലേ. അപ്പൊ നമ്മള് കർണാടക അല്ലെ, കർണാടക ബോർഡറിൽ എത്തിയിരിക്കുകയാണ് നമ്മള്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് 3 സംസ്ഥാനങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. മുത്തങ്ങ കേരളം, അതുപോലെ തന്നെ കർണാടക, ഈ ബന്ദിപ്പൂരൊക്കെ കർണാടക ഇതാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ മുതുമലയൊക്കെ തമിഴ്നാട് അല്ലേ. അങ്ങനെ 3 സംസ്ഥാനങ്ങളെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള അനിമൽസിനെയും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ചെയ്യണമെങ്കിൽ ഈ റൂട്ട് നിങ്ങൾ പിടിക്കുക. നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട് എത്തിയില്ലേ, ഗുണ്ടൽപേട്ട് വരെ എത്തിയിട്ടോ. പക്ഷെ നമ്മൾ വീണ്ടും നമ്മൾ മുത്തങ്ങയിലേക്ക് തന്നെ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ മുത്തങ്ങ ചെന്നിട്ട് വീണ്ടും നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമോ നോക്കാം. ഈ ഫോറസ്റ്റുകാർ ഭയങ്കര സീനാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് എടുത്തിട്ട് കറങ്ങാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ അവന്മാർ വന്ന് സീനാക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് മുത്തങ്ങയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിന്ന് മുത്തങ്ങൻ്റെ ഉള്ളിൽ ഒരു ഹോം സ്റ്റേ, ഒറിക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേ ആണ്. നമ്മളെ ഫ്രണ്ട് മുൻപ് പോയിട്ട് താമസിച്ചിട്ട് ഫീഡ്ബാക്ക് തന്നതാണ്, അടിപൊളിയാണെന്ന്. അതായത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, സ്റ്റേ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോവുള്ളൂ. അവിടെ നമ്മളിന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് വീണ്ടും നമ്മളിങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ നമുക്ക് രാത്രി അടുക്കും തോറും മൃഗങ്ങളെ കുറച്ചും കൂടെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് രാത്രി ആവും തോറും. കാരണം ഈ എലിഫൻ്റ് ഒക്കെ ക്രോസ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നതാണ് ഈ ഒരു 5:30 to 7 PM വരെ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം, ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എന്തായാലും ഭയങ്കര റിലാക്സ്ഡ് ആവാൻ പറ്റുന്നുണ്ട് ഈ ഒരു യാത്ര. കാരണം കൊടും ചൂട്, നമ്മൾ ഇതുവരെയും നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടായിട്ടേ, ചൂടത്തുനിന്ന് നമ്മളിങ്ങനെ ഒരു കൂളായിട്ടുള്ള ആ ഒരു ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമ്മളിങ്ങനെ ഒരുപാട് ടെൻഷനും ട്രാവലിംഗ് ഒക്കെ ചെയ്ത് മടുപ്പുള്ള ആളുകൾ ഇങ്ങനത്തെ പ്ലേസിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫ്രഷ് മൈൻഡ് സെറ്റ് ആക്കാൻ പറ്റും. മുത്തങ്ങ കുമുഴി ഒറിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ലൊരു പ്ലേസ് ആണ്, നല്ല നാച്ചുറൽ ആയിട്ടൊരു സ്ഥലം അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇനി നമുക്ക് തിരിച്ച് മുത്തങ്ങയിലോട്ട് തന്നെ പോവാം. അപ്പോൾ അതുവഴി നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ,
പോകില്ല പോകില്ല അത് തെണ്ടികളിപ്പോൾ വരും ഈ വിഷയമാവാൻ തന്നെയാണോ റൂട്ട്? ഇനിയിപ്പോൾ ഇതിൽ കുറച്ചുകൂടെ കാണിക്കണല്ലോ, കര കണ്ടിട്ട് പോരെ. അപ്പൊ ഉറപ്പില്ല, മേപ്പോക്കിയിട്ട് പോകാനല്ലേ. വയൽ പോലെ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താറായെന്ന് തോന്നുന്നു. ലാസ്റ്റ് ആ എൻട്രൻസ് എത്താൻ നേരത്തെ എടുത്താൽ മതി, അങ്ങനെ കറക്റ്റ്. അപ്പൊ നമ്മള് മുത്തങ്ങ ചെക്ക് പോസ്റ്റിന് അടുത്ത് അല്ലെ, മുത്തങ്ങ ചെക്ക് പോസ്റ്റിന് അടുത്തുള്ള ഒറിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുത്തങ്ങ ഫോറസ്റ്റ്, കാട്ടിന്റെ ഉള്ളില് ആണ് ഈ പ്രോപ്പർട്ടി. എന്റെ മുന്നിൽ വല്ല ആനയൊക്കെ വന്ന് പെടുമോ എന്നുള്ളത് അറിയില്ല ഗായ്സ്. അപ്പൊ ഞങ്ങളിത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോ റിസോർട്ടിലേക്ക് ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. കൊടും കാട്ടിനുള്ളിലൂടെ. ജദീറേ, വല്ല കാട്ടാനെ കടുവൊക്കെ മുന്നിൽ വന്ന് ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗായ്സ്? കൊടും കാട്ടിനുള്ളിലൂടെ കൂരാക്കൂരിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കിതേ കാട്ടിനുള്ളിലൂടെ മന്ദം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ആനയോ കരടിയോ കടുവയോ ഞങ്ങളുടെ മുന്നിൽ വന്ന് പെടുമെന്നും പറയാൻ പറ്റില്ല. നമ്മൾ ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത് അല്ലെ, റിസോർട്ടിൽ നിന്ന് തന്നിട്ടുള്ള ലൊക്കേഷൻ ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇവിടെ കൊടും കാടാണ് ഗായ്സ്, എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. കണ്ടല്ലോ സൈഡിൽ